നമസ്കാരം. അമേരിക്കയുടെ മേധാവിത്വത്തിനും ഭീഷണികൾക്കുമെതിരെ രാജ്യാന്തര സമൂഹം ഒന്നിക്കണമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുടെ മുന്നറിയിപ്പ് വിവാദമാവുകയാണ്. യുഎസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമായി എന്നും ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ സമാനമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടുന്നവരാണെന്ന് അരാക്ചി ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമായും കൂട്ടായും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വേദിയിലുള്ള ആർക്കും തന്നെ യുഎസ് മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടം അപരിചിതമല്ല. നമ്മളിൽ പലരും ഒരേ തരത്തിലുള്ള ഭീഷണികളുടെ വിവിധ രൂപങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കുചിതമായ നിലപാടുകൾക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് സ്ഥാനമെന്ന് വ്യക്തമാക്കാൻ നമ്മൾ ഒരുമിച്ച് അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തകർച്ച നേരിടുന്ന സാമ്രാജ്യങ്ങൾ തങ്ങളുടെ അനിവാര്യമായ വിധി തടയാൻ എന്തും ചെയ്യും. മുറിവേറ്റ മൃഗം വീഴുന്നതിന് മുൻപ് അക്രമാസക്തമായി അലറുന്നത് പോലെയാണ് അമേരിക്ക ഇപ്പോൾ എന്നും അബ്ബാസ് അരാക്ചി പറഞ്ഞു വെച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും പ്രാദേശിക സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബ്ബാസ് അരാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു നാഴികക്കല്ലായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്.